കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡിന്റെയും ബേസസിന്റെയും നമ്മൾ എങ്ങനെയാ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലേ. 3 ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ആസിഡ് എങ്ങനെയാ ബേസസ് എങ്ങനെയാ ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ആൻഡ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് നമ്മുടെ ആസിഡ് എന്ന് പറയുന്ന സാധനത്തിന് സോർ ടേസ്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അത് ടേസ്റ്റ് വെച്ചിട്ട് നമുക്കറിയാം ആസിഡ് ഇസ് ഹാവിങ് സോർ ടേസ്റ്റ് അല്ലെ. പക്ഷേ അതിന്റെ കെമിക്കൽ നാച്ചർ എങ്ങനെയാണ്, ആസിഡിന്റെ കെമിക്കൽ നാച്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ആസിഡ്സ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തേ. നിങ്ങൾക്ക് അറിയുന്ന ആസിഡ്സ് HCl അറിയാം അല്ലെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയാം, പിന്നെ ഏതറിയാം, സൾഫ്യൂരിക് ആസിഡ് അറിയാം അല്ലെ. സൾഫ്യൂരിക് ആസിഡിനെ എങ്ങനെയാ കെമിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, H2SO4 അല്ലെ, H2SO4. പിന്നെ എന്തറിയാം, നൈട്രിക് ആസിഡ് അറിയോ? നൈട്രിക് ആസിഡ് that is HNO3 അല്ലെ. നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് HNO3 ആണ്. HNO3 നൈട്രിക് ആസിഡ്. നിങ്ങൾ കണ്ടോ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, H2SO4, നൈട്രിക് ആസിഡ്, ഇതിനകത്തൊക്കെ എന്താണ് കോമൺ ആയിട്ടുള്ളൊരു ഇതിനെല്ലാം കാണുന്നത്? നിങ്ങൾ ആരെ കാണുന്നുണ്ട്? നിങ്ങൾ ഹൈഡ്രജനെ കണ്ടോ? ഇവിടെയൊക്കെ ഹൈഡ്രജനെ കണ്ടോടാ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹൈഡ്രജൻ ഉണ്ടാവും, അയോൺസ് ആയിട്ടാ ഉണ്ടാവുക. ഹൈഡ്രജനെ നമ്മൾ H+ ആയിട്ടാ ഉണ്ടാവുക കേട്ടോ. H+ ആണ് H+. അപ്പം H+ ഉള്ള ആൾക്കാരാണ് എന്ത്? ആസിഡ്. ഈ ആസിഡിലൊക്കെ ഉണ്ടല്ലോ H+. അപ്പം ആസിഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് gives hydrogen ions when dissolved in water. നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം നമുക്ക് H+ അയോൺസിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ H+ഉം Cl- H+, അതിനകത്ത് H+ ആണ് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന്. അപ്പം ആസിഡ്സിൽ ആരാ ഉണ്ടാവുക? H+. അപ്പം ആസിഡ്സിന് സോർ ടേസ്റ്റ് ഉണ്ടാവും. ആസിഡ്സ് ആരാ കൂടുതൽ ഉണ്ടാവുക? H+ അയോൺസ് ആണ് ഉണ്ടാവുക. അതാണ് ഞാൻ ഈ എക്സാമ്പിൾസ് എഴുതിയിരിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇവർക്കൊക്കെ ആരുണ്ട്? H+ ഉണ്ടടാ. അതുകൊണ്ടാണ് ഇവരൊക്കെ ആസിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവരെ നമ്മൾ പറയാം ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഈ നൈട്രിക് ആസിഡ് ഒക്കെ ഇല്ലേടാ, ഇവരൊക്കെ എന്ത് ആസിഡാന്ന് അറിയൂടാ? സ്ട്രോങ് ആസിഡ്സ് ആണ്. ഇവർക്ക് വീര്യം കൂടിയവരാണ് ഇവർ കേട്ടോ. ഇവര് സ്ട്രോങ് ആസിഡ്സ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ സ്ട്രോങ് ആസിഡ്സ്. ആൻഡ് വീക്ക് ആസിഡ്സും ഉണ്ട്. ഓൾസോ ദർ എന്തുണ്ട്? വീക്ക് ആസിഡ്സും ഉണ്ട്. വീക്ക് ആസിഡ്സിന്റെ എക്സാമ്പിൾ ആണ് ഈ അസറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ്. മീൻസ് അസറ്റിക് ആസിഡ് ഒക്കെ എന്താണ്? വീക്ക് ആസിഡ് ആണ്. സോ സ്ട്രോങ് ആസിഡ്സ് ആണ് എന്ത്? സ്ട്രോങ് ആസിഡ് ആണ് എന്ത്? ദിസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്സ് ഒക്കെ സ്ട്രോങ് ആസിഡ്സ്. അപ്പം ആസിഡ്സിൽ നമുക്ക് സ്ട്രോങ് എന്നും വീക്ക് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സ്ട്രോങ് ആസിഡ്സും ഏത് എഴുതി അതിന്റെ മേലെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് ആസിഡ് എന്നാണ് ഇട വായിക്കുക. സ്ട്രോങ് ആസിഡ്സും ഉണ്ട്, വീക്ക് ആസിഡ്സും ഉണ്ട്. സോ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ആസിഡ്. നെക്സ്റ്റ് ബേസസ്. ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ബേസസ് ഏതൊക്കെയാ? ആൽക്കലൈൻ സൊല്യൂഷൻസ് ഏതൊക്കെയാ അറിയാം? NaOH അറിയോ? ദാറ്റ് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാ ഇതിനെ പറയാം. സിമ്പിൾസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? സോഡിയം Na, സോഡിയം ആണ്. Na എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഡിയം ഹൈഡ്രോക്സൈഡ്. KOH എന്താ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ. KOH is പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇങ്ങനത്തെ സൊല്യൂഷൻസ് ആണ് എന്ത്? അപ്പൊ നിങ്ങൾ ഇതിനകത്തൊക്കെ എന്താ കോമൺ ആയിട്ട് കാണുന്നത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അറിയില്ലേടാ? CaOH twice. ദാറ്റ് ഇസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെ എന്താടാ? ബേസസ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്താ കോമൺ ആയിട്ട് കാണുന്ന ഫാക്ടർ എന്താ? എല്ലാ പേരിലും എന്തുണ്ട്? ഹൈഡ്രോക്സൈഡ് ഉണ്ട് അല്ലെ.
ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി OH മൈനസ് എടാ. ഇതിലൊക്കെ എന്തുണ്ട്? OH മൈനസ് ഉണ്ട്. അപ്പൊ H+ ഉള്ള ആൾക്കാരായിരുന്നു എന്ത്? ആസിഡ്സ് എന്ന് പറഞ്ഞത്. ആൻഡ് OH മൈനസ് ഉള്ള ആൾക്കാർ, ഇത് ഈ സൊല്യൂഷൻ കണ്ടോ നിങ്ങൾ? NaOHന്റെ അകത്ത് എന്തുണ്ട്? OH മൈനസ് ഉണ്ട്, Na+ ഉണ്ട്. ഇതിന് ബേസിക് നാച്ചർ കൊടുക്കുന്നത് ആരാ? OH മൈനസ്. സോ bases are the substances which gives hydroxide ions. Hydroxide ions when dissolved in water. OH മൈനസ് കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ബേസസ് എന്ന് പറയാം. അപ്പം ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കോമൺ ആയിട്ടുള്ള എന്താ? H+ അയോൺസ്. ബേസസ് ആണെങ്കിൽ അതിനകത്ത് കോമൺ ആയിട്ട് എന്താ ഉള്ളത്? OH മൈനസ്, അഥവാ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഹൈഡ്രോക്സൈഡ് അയോൺസ്. അപ്പൊ ബേസസിൽ എന്താ ഉള്ളത്? നമ്മൾ ഇത്രയും കാലമായിട്ട് ഇതൊന്നും പഠിച്ചില്ല. നമ്മൾ കുറച്ച് ടേസ്റ്റ് ഒക്കെ ആണല്ലേ ലോവർ ക്ലാസ്സസിൽ പഠിച്ചത്. ഇപ്പൊ നിങ്ങൾ പഠിക്കുക, H+ അയോൺസ് ഉള്ളതിനാണ് നമ്മൾ ആസിഡ്സ് എന്ന് പറയുക, OH മൈനസ് അയോൺസ് ഉള്ളതിനാണ് നമ്മൾ ബേസസ് എന്ന് പറയാന്ന്. ഓക്കെ. ആൻഡ് നേരത്തെ നമ്മള് ആസിഡ്സിനെ സ്ട്രോങ്ങും വീക്കും ആയിട്ട് ക്ലാസിഫൈ ചെയ്തില്ലേ? അതുപോലെ നമുക്ക് ബേസസിനെ എന്ത് പറയാം? സ്ട്രോങ് ബേസസും ഉണ്ട്, സ്ട്രോങ്ങും ഉണ്ട്, വീക്കും ഉണ്ട്. ഓക്കെ, സ്ട്രോങ് ആൻഡ് വീക്ക് ഉണ്ട്. സ്ട്രോങ് ആണ് ഈ NaOH ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൽക്കലി ആണ് കേട്ടോ. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത്? NaOH. ഓക്കെ, NH4OH ഒക്കെ വീക്കാ. സോ സ്ട്രോങ്ങും ഉണ്ട്, വീക്കും ഉണ്ട് ബേസസിൽ. ആസിഡിലും ഉണ്ട് സ്ട്രോങ്ങും വീക്കും. ഇനി നമ്മൾ പോവാൻ പോകുന്നത് നമ്മൾ ആസിഡ്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? ആസിഡ്സ്, ബേസസ് ആൻഡ് സാൾട്ടിൽ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കൂ. എന്തൊക്കെയാ പഠിച്ചത്? ആസിഡ്സ് എന്താന്ന് പഠിച്ചല്ലേ? H+ തരുന്ന ആൾക്കാരാണ് ആസിഡ്. ഇനി നമ്മൾ കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ കെമിക്കൽ നാച്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമ്മൾ കെമിക്കൽ നാച്ചറിലേക്കാണ് പോകാൻ പോകുന്നത്. സോ അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. എന്താ? H+ തരുന്ന ആൾക്കാരാണ് എന്ത്? ആസിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് OH മൈനസ് തരുന്ന ആൾക്കാരാണ് എന്ത് പറയാ? ബേസസ് എന്ന് പറയാം. ഈ ആസിഡ് മെറ്റൽസ് ഇല്ലേടാ, മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആസിഡ്സ് എങ്ങനെയാണ് മെറ്റലുമായിട്ട് ഒരു ആസിഡ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടെ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, അപ്പം ആസിഡ് മെറ്റലുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾക്ക് ആസിഡിന്റെ അകത്ത് മെറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നടക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിന്റെ അകത്ത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ടുണ്ട് അല്ലെ? ഈ ടെസ്റ്റ് ട്യൂബിന്റെ അകത്തേക്ക് ഈ ടെസ്റ്റ് ട്യൂബിൽ ഏത് ആസിഡാ ഉള്ളത്? HCl അല്ലെ? ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് HCl ആസിഡ് ആണുള്ളത്. ഓക്കെ, HCl. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആസിഡ് ഏതെങ്കിലും മെറ്റലുമായിട്ട് എങ്ങനെയാ റിയാക്ട് ചെയ്യുക, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്ന നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് HCl ആസിഡ് ഉണ്ട് അല്ലെ? HCl എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? മെറ്റൽ വേണം അല്ലെ? ഏത് മെറ്റലാണ് എടുത്തിരിക്കുന്നത്? സിങ്ക് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, സിങ്ക് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്ക് ഗ്രാന്യൂൾസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ആസിഡും കിട്ടി, മെറ്റലും കിട്ടി. ഓക്കെ, അപ്പം ആസിഡിന്റെ അകത്ത് നമ്മള് സിങ്കിന്റെ ഗ്രാന്യൂൾസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആസിഡിൽ നമ്മള് സിങ്കിന്റെ ഗ്രാന്യൂൾസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് അപ്പൊ നിങ്ങൾക്ക് അറിയോ, നമുക്കിവിടെ ബബിൾ ആയിട്ടൊരു സാധനം കിട്ടും. ഈ ബബിൾ ആയിട്ട് ഈ ഒരു സാധനത്തിന് നമ്മള് ഇനി എന്തോ ഒരു സാധനം, ഒരു ഗ്യാസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിയാക്ഷന്റെ ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻ കാരണം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഗ്യാസ് കിട്ടുന്നത്. അത് ഏത് ഗ്യാസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്യൂബ് വഴി ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട്ലെറ്റിന്, ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഔട്ട്ലെറ്റിന് നമ്മൾ ഒരു ട്യൂബ് വഴി ഇവിടെ കണക്ട് ചെയ്തിട്ട്, ഡെലിവറി ട്യൂബ് എന്നാ പറയുന്നത് അല്ലെ? ട്യൂബ് വഴി ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് സോപ്പ് വാട്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ സോപ്പ് വാട്ടർ ഉണ്ട്. ആൻഡ് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്യുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ബബിൾസ് ആയിട്ട് ഈ ഗ്യാസ് പുറത്തേക്ക് എക്സ്പെൽ ആയിട്ട് പോകുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ബബിൾസ് പോലെ കാണാൻ പറ്റുന്നുണ്ടാവും. ആൻഡ് ഇത് ഏത് ഗ്യാസ് ആണെന്ന് നമുക്ക് അറിയണം. കുറെ ഗ്യാസസ് ഉണ്ടല്ലോ അല്ലേടാ? അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ HClഉം സിങ്കുമായിട്ടുള്ള എക്സ്പെരിമെന്റിൽ, ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്ക് ഗ്രാനുൾസും തമ്മിലുള്ള എക്സ്പെരിമെന്റിൽ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഏത് ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോടാ? ഇവിടെ ഒരു ബേണിംഗ് കാൻഡിൽ വെക്കും. ഒരു കത്തുന്ന ഒരു കാൻഡിൽ വെക്കും. ആൻഡ് ഒരു കാൻഡിൽ വെക്കുമ്പോ ഇവിടെ എന്ത് സൗണ്ട് വരുമെടാ? ഒരു പോപ്പ് സൗണ്ട് വരും. ഇത്
അപ്പം ബേണിംഗ് കാൻഡിൽ വെക്കുമ്പം പോപ്പ് സൗണ്ട് ഒരു പോപ്പ് എന്ന് പറഞ്ഞ ഒരു സൗണ്ട് വരും കേട്ടോ. ആ ഒരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അത് ഏത് ഗ്യാസ് ആണെന്ന് ഉറപ്പിക്കാം. ദാറ്റ് വിൽ ബി ഹൈഡ്രോജൻ ഗ്യാസ്. അപ്പം പോപ്പ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ഏത് ഗ്യാസ് ആയിരിക്കും? എന്ത് ഗ്യാസ് ആയിരിക്കും? ഹൈഡ്രോജൻ ഗ്യാസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് മനസ്സിലായി? ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ആസിഡ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോജൻ ഗ്യാസ് കിട്ടുന്നു മനസ്സിലായോ? ഹൈഡ്രോജൻ ഗ്യാസ് കിട്ടുന്നു മനസ്സിലായോ? അത് ഹൈഡ്രോജൻ ഒരു ഗ്യാസ് കിട്ടുന്നു ഫസ്റ്റ് മനസ്സിലായി. ആൻഡ് അത് ഏത് ഗ്യാസാ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ബേണിംഗ് കാൻഡിൽ വെച്ചു അല്ലെ. അത് ഹൈഡ്രോജൻ ഗ്യാസ് ആണോ അല്ലെങ്കിൽ ഓക്സിജൻ ആണോ ഏത് ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ബേണിംഗ് കാൻഡിൽ വെച്ചു. ആൻഡ് അവിടെ ഒരു പോപ്പ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതെന്താ? പോപ്പ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ഹൈഡ്രോജൻ ഗ്യാസ് ആയിരിക്കും. ഹൈഡ്രോജൻ ഗ്യാസിനാണ് ഇങ്ങനെ ഒരു പോപ്പ് സൗണ്ട് വരിക. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കുറെ എക്സ്പെരിമെന്റ്സ് പഠിക്കും. ആസിഡ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ബേസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, മെറ്റൽസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നോൺ മെറ്റൽസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, മെറ്റൽ ഓക്സൈഡ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആസിഡും ബേസും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇങ്ങനെ കുറെ എക്സ്പെരിമെന്റ്സ് ഇനി അങ്ങോട്ട് പഠിക്കും. ഓക്കെ, സോ ഇതിനകത്തെല്ലാം ഓരോ ഗ്യാസും ഓരോ സബ്സ്റ്റൻസസ് ഒക്കെ ഫോം ചെയ്യും അല്ലെ, ഓരോന്നൊക്കെ ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ഇത് ഏതാണ് ഫോം ചെയ്തിരിക്കുന്നത്, ഇത് എന്താണ് ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കണേൽ എന്ത് ചെയ്യണം? നമ്മൾ ടെസ്റ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മളൊരു ഗ്യാസ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ ഗ്യാസ് ഏതാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ബേണിംഗ് കാൻഡിൽ വെച്ചത് അല്ലെ. ഈ ബേണിംഗ് കാൻഡിൽ വെച്ചപ്പോ എന്ത് കിട്ടി? ഹൈഡ്രോജൻ ഗ്യാസ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. കാരണം ബേണിംഗ് കാൻഡിൽ വെച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു പോപ്പ് സൗണ്ട് വന്നല്ലേ. പോപ്പ് സൗണ്ട് വന്നത് കൊണ്ട് അത് ഹൈഡ്രോജൻ ഗ്യാസ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഇതാണ് ആസിഡ് HCl ആസിഡ് അല്ലെ, ആസിഡും മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ അപ്പൊ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ആസിഡും മെറ്റലും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോജൻ ഗ്യാസ് ഫോം ചെയ്യുന്ന മനസ്സിലായോ? സോ എന്താ പഠിച്ചത്? ആസിഡും കെമിക്കൽ റിയാക്ഷൻ എഴുതാൻ നമ്മൾ പഠിച്ചതാ. അപ്പം ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ which gives എന്താ തരിക? സോൾട്ട് തരും, ഹൈഡ്രോജൻ ഗ്യാസും തരും. സോ ആസിഡ് പ്ലസ് മെറ്റൽ ഗിവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രോജൻ ഗ്യാസ്. നമ്മൾ ഏത് ആസിഡാ എടുത്തതടാ? HCl ആസിഡ് ആണല്ലേ. HCl ആസിഡ് എടുത്തു. നമ്മൾ ഏത് മെറ്റലാ എടുത്തത്? സിങ്ക് എടുത്തല്ലേ. Zn പ്ലസ് HCl ആണ് നമ്മൾ എടുത്തത്. നമുക്ക് എന്താ കിട്ടിയത്? 2 HCl എടുത്തോടാ, എന്നാലേ ഇക്വേഷൻ ബാലൻസ്ഡ് ആവുള്ളൂ. ഓക്കെ, സോ 2 HCl പ്ലസ് Zn ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന എന്ത് കിട്ടി? ഒരു സോൾട്ട് കിട്ടി. ഇതെന്താ? ഒരു സോൾട്ട് കിട്ടി. സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സോൾട്ട് കിട്ടി. പ്ലസ് നമുക്ക് എന്ത് കിട്ടി? ഹൈഡ്രോജൻ ഗ്യാസും കിട്ടി. സോ ഇതാണ് നമ്മുടെ റിയാക്ഷൻ. 2 HCl plus Zn plus 2 HCl gives ZnCl2 plus H2 അല്ലെ. സോ ഇതാണ് ആസിഡും മെറ്റലും ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോൾട്ടും കിട്ടും, ഹൈഡ്രോജൻ ഗ്യാസും കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റ് ക്ലിയർ ആണോ? ഒന്നുമില്ല. നമ്മുടെ ആസിഡിന്റെ അകത്ത് കുറച്ച് സിങ്ക് ഗ്രാന്യൂൾസ് ഇട്ടു, അപ്പൊ നമുക്ക് ഒരു ഗ്യാസ് കിട്ടി. അത് ഏതാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പുറത്തേക്ക് ഒരു ട്യൂബ് വഴി കണക്ട് ചെയ്തിട്ട് ഒരു ബേണിംഗ് കാൻഡിൽ വെച്ചു കൊടുത്തു. ഭയങ്കര പോപ്പ് സൗണ്ടോട് കൂടി നമുക്ക് കേൾക്കാൻ പറ്റി. സോ ദാറ്റ് വിൽ ബി ഹൈഡ്രോജൻ ഗ്യാസ്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഗ്യാസ് ഹൈഡ്രോജൻ ഗ്യാസ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്തു. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബേണിംഗ് കാൻഡിൽ വെച്ച് നോക്കിയത്. ഓക്കെ, സോ ആസിഡ് പ്ലസ് മെറ്റൽ ഗിവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രോജൻ ഗ്യാസ്. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ എക്സ്പെരിമെന്റ്. ഓക്കെ, ഇനി നമുക്ക് അപ്പം ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കേസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആസിഡ് അല്ല, നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ബേസ് ആണ്. ഓക്കെ, ആസിഡ് അല്ല, നമ്മൾ ബേസ് എടുക്കാൻ പോവാണ്. സോ ബേസസ് റിയാക്ട് വിത്ത് മെറ്റൽ. ഒരു ബേസ് മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടാന്ന് ഇനി നോക്കാൻ പോകുന്നു. ഓക്കെ, ആസിഡിന്റെ പോർഷൻ ക്ലിയർ അല്ലേ? ബേസ് എടുക്കാം. ബേസ് മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. നമ്മളൊരു സ്റ്റാൻഡില് എന്താ ഇട്ടിരിക്കുന്നത്? സിങ്ക് ഗ്രാന്യൂൾസും കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. സോഡിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാ കെമിക്കലി എഴുതുക, റെപ്രസെന്റ് ചെയ്യുക? സോഡിയം NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. സിങ്ക് ഗ്രാന്യൂൾസിന്റെ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇട്ടപ്പോഴും ഇവിടെ ഒരു ഗ്യാസ് വന്നടാ,
ഇതാ നമ്മള് ബേണിംഗ് ക്യാൻഡിൽ കാണിച്ചു കൊടുത്തു അല്ലെ, ഇവിടെയും ബേണിംഗ് ക്യാൻഡിൽ കാണിച്ചു കൊടുത്തു, പോപ്പ് സൗണ്ട് കേട്ടു. സോ ഏത് ഗ്യാസാ വന്നത്? ഹൈഡ്രജൻ ഗ്യാസ് വന്നു. ഇതാണ് നമ്മള് ബേസുമായിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, സോ എന്താ ചെയ്തിരിക്കുന്നത്? ബേസിന്റെ റിയാക്ഷൻ ഓഫ് ബേസസ് വിത്ത് മെറ്റൽസ് വിത്ത് ബേസസ്. അപ്പം മെറ്റൽ നമ്മൾ സിങ്ക് ഗ്രാനുൾ തന്നെ എടുത്തു, നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എടുത്തു, ആൻഡ് നമുക്കൊരു ഗ്യാസ് ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. ബേണിംഗ് ക്യാൻഡിലിന് എന്ത് കാണിച്ചു? ബേണിംഗ് ക്യാൻഡിലിന് പോപ്പ് സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി അത് ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ ഓക്കെ, സെയിം തന്നെയാണ് അല്ലെ, സെയിം തന്നെയാണ്. എന്താ ബേസ് പ്ലസ് എന്താ അവിടെ എഴുതിയിട്ടുണ്ട്, അത് തന്നെയാണ് ബേസ് പ്ലസ് മെറ്റൽ. ബേസ് പ്ലസ് മെറ്റൽ എന്താ കിട്ടിയ? ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റൽ ഏതാ? ബേസ് പ്ലസ് മെറ്റൽ ഗിവ്സ് എന്താ? മെറ്റൽ ഏതാ? സിങ്ക്. നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസ് ഫോം ചെയ്തപ്പോ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു പുതിയൊരാൾക്കാരാണ് ഫോം ചെയ്തത് സോൾട്ട് ആയിട്ട്. സോൾട്ട് കിട്ടുന്നുണ്ട്. ആ സോൾട്ടിന്റെ പേരാണ് എന്ത്? സോൾട്ടിന്റെ പേരാണ് എന്താടാ? Na2ZnO2. Na2ZnO2, that is sodium syngate. സോഡിയം സിങ്കേറ്റ് എന്ന് പറയുന്ന ഒരു സാൾട്ട്, പുതിയൊരു സാൾട്ട് ഫോം ചെയ്തു. ആൻഡ് വി വിൽ ഓൾസോ ഗെറ്റ് എന്തും കിട്ടും? ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ? സോ സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. സോ NaOH പ്ലസ് സിങ്ക് എന്താ കിട്ടുക? സോഡിയം സിങ്കേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് കിട്ടുക. ഓക്കെ, സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആണ് കിട്ടുക. ദാറ്റ് ഈസ് Na2ZnO2. നിങ്ങൾ അത് പഠിക്കണം കേട്ടോ. സോഡിയം സിങ്കേറ്റ് ആണ് Na2ZnO2. Na2ZnO2, ദാറ്റ് ഈസ് സോഡിയം സിങ്കേറ്റ്. അപ്പം ബേസസ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സോൾട്ട് കിട്ടും, ആൻഡ് ഓൾസോ ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. സോ ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താലും എന്ത് കിട്ടും? ഒരു സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. ബേസിന് മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. ആ രണ്ട് റിയാക്ഷനും ഓക്കെ അല്ലേ? ആസിഡും ബേസും എങ്ങനെയാണ് മെറ്റൽസിനോട് റിയാക്ട് ചെയ്യുന്നത്? എന്താ ഫോം ചെയ്യുക? ബേസ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോൾട്ട് കിട്ടും, ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. ആൻഡ് ഓൾസോ ആസിഡ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോൾട്ട് കിട്ടും, ഓൾസോ ഒരു ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. അതാണ് ബേസും ആസിഡും മെറ്റൽസിനോടുള്ള റിയാക്ഷൻ. ഓക്കെ, അത് ക്ലിയർ അല്ലേ മക്കളെ? ആ റിയാക്ഷൻസ് ക്ലിയർ അല്ലേ? ആൻഡ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഷുഡ് കേർഡ് ആൻഡ് സോർ സബ്സ്റ്റൻസസ് നോട്ട് ബി കെപ്റ്റ് ഇൻ കോപ്പർ വെസൽസ്? നമ്മള് സോർ സബ്സ്റ്റൻസസ് ആയിട്ടുള്ള കേർഡും അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ എന്തുകൊണ്ടാണ് കോപ്പർ വെസൽസിൽ കീപ്പ് ചെയ്യാത്തത്? എന്തുകൊണ്ടായിരിക്കും? സോർ സബ്സ്റ്റൻസ് എന്ന് കേട്ടപ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇത് ആസിഡ്സ് ആണെന്നല്ലേ. സോർ സബ്സ്റ്റൻസ് കേർഡ് എന്ന് പറയുന്നത് ആസിഡ് ആണ്. നമ്മൾ കോപ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താടാ? കോപ്പർ എന്ന് പറയുന്നത് മെറ്റൽ ആണ് അല്ലെ? കോപ്പർ ഈസ് എ മെറ്റൽ. കേർഡ് എന്താ? ആസിഡ് ആണല്ലേ? കേർഡ് ഇസ് എൻ ആസിഡ്, കോപ്പർ ഇസ് എ മെറ്റൽ. സോ കോപ്പർ മെറ്റൽ ആണ്, കേർഡ് ഒരു ആസിഡ് ആണ്. എന്ത് സംഭവിക്കും? ആസിഡും മെറ്റലും കൂടെ കോണ്ടാക്റ്റിൽ വന്നാല് എന്ത് സംഭവിക്കും? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും അല്ലെ? കെമിക്കൽ റിയാക്ഷൻ നടക്കും ആസിഡും മെറ്റലും ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാല്. അപ്പൊ എന്തുണ്ടാവും? അവിടെ ചില പ്രോഡക്ട്സ് ഒക്കെ ഫോം ചെയ്യും അല്ലെ? റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്ട്സ് ഒക്കെ ഫോം ചെയ്യും അല്ലെ? സോ curd and sour food substances contain acids. These acidic substances combine with the metal. This reaction turn food to poison, which damage our health. അല്ലേ? നമ്മുടെ ഹെൽത്ത് ഡാമേജ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോപ്പർ വെസൽസിൽ കീപ്പ് ചെയ്യാത്തത്. നമുക്കറിയാം എന്താണ് കേർഡ് എന്ന് പറയുന്നത്? ഒരു ആസിഡ് ആണ്, അതിന് സോർ ടേസ്റ്റ് ആണ്, അതൊരു ആസിഡ് ആണ്. ആൻഡ് ഓൾസോ കോപ്പർ എന്ന് പറയുന്നത് മെറ്റൽ ആണ്. ആസിഡും മെറ്റലും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിസണസ് ആയിട്ട്, ഫുഡ് പോയിസണസ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഹെൽത്തിനെ ഡാമേജ് ചെയ്യുന്ന അറിയുന്നത് കൊണ്ടാണ് നമ്മൾ കേർഡിനെ കോപ്പർ വെസൽസിൽ കീപ്പ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ആകെ പഠിച്ചത് എന്താ? ആസിഡും ബേസും മെറ്റൽസും ആയിട്ടുള്ള റിയാക്ഷൻ ആണല്ലേ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി. എന്താ പഠിക്കുന്നത്? ആസിഡ്സ് റിയാക്ട്സ് വിത്ത് മെറ്റൽ കാർബോണേറ്റ്സ്. മെറ്റൽ കാർബോണേറ്റ്സുമായിട്ട്
മെറ്റൽ കാർബോണേറ്റ്സുമായിട്ട് ആസിഡ്സിന്റെ റിയാക്ഷൻ. മെറ്റൽ കാർബോണേറ്റ്സുമായിട്ടുള്ള ആസിഡ്സിന്റെ റിയാക്ഷൻ. നേരത്തെ നമ്മൾ എന്താ പഠിച്ച? മെറ്റൽസുമായിട്ടുള്ള ആസിഡ്സിന്റെ റിയാക്ഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റൽ കാർബോണേറ്റ്സുമായിട്ടുള്ള ആസിഡ്സിന്റെ റിയാക്ഷൻ. ഓക്കെ, സോ ഇവിടെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ട്. എന്താ ഇവിടെ ഉള്ളത്? നമ്മള് ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ നമ്മളിവിടെ ഒരു ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ടുണ്ട് അല്ലെ. ടെസ്റ്റ് ട്യൂബിൽ എന്താ ഉള്ളത്? ആരാ ഉള്ളത്? ആസിഡും മെറ്റൽ കാർബണേറ്റും അല്ലേ വേണ്ടത്? ആസിഡും മെറ്റൽ കാർബണേറ്റും വേണം. ആസിഡ് ഉണ്ട്, ദാറ്റ് ഇസ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് സോഡിയം കാർബണേറ്റ്, മെറ്റൽ കാർബണേറ്റ് ആണ് ഇത്. സോഡിയം കാർബണേറ്റ് നമ്മള് ആസിഡിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോടാ? Na2CO3. Na2CO3 ആണ് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. Na2CO3. സോ NaCO3 അല്ല കേട്ടോ, Na2CO3 ആണ് എന്ത്? സോഡിയം കാർബണേറ്റ്. Na2CO3 സോഡിയം കാർബണേറ്റ്. അപ്പൊ നമ്മള് എന്താ ചെയ്യാൻ പോകുന്നത്? ആസിഡ്സ്, മെറ്റൽ കാർബണേറ്റ്. സോഡിയം എന്ന് പറയുന്നത് ഒരു മെറ്റലാ. സോഡിയം ഒരു മെറ്റലാണ്. CO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാർബണേറ്റ് എന്നാ. സോ സോഡിയവും കാർബണേറ്റും മെറ്റലും കാർബണേറ്റും, മെറ്റൽ കാർബണേറ്റ് അല്ലെ, മെറ്റൽ കാർബണേറ്റ് ആണ് Na2CO3. സോ ഇതും ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. അതിനുവേണ്ടി നമ്മളൊരു സ്റ്റാൻഡില് നമ്മൾ ഈ റിയാക്ഷൻസ് ഒക്കെ എന്തുകൊണ്ടാണ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ചെയ്യുന്നതെന്നറിയോ? എന്തെങ്കിലും നമ്മൾ കയ്യിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്താ? ഇത് ഡേഞ്ചറസ് ആണ് അല്ലെ. നമ്മൾ കെമിക്കൽസ് വെച്ചിട്ടുള്ള റിയാക്ഷൻസ് ആണ്. നമുക്കത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ബോഡിക്ക് അത്രയും ക്ലോസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിത് സ്റ്റാൻഡിൽ വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് നമ്മള് എന്ത് ചെയ്തു? ടെസ്റ്റ് ട്യൂബിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം കാർബണേറ്റും കൂടി റിയാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചു. ആൻഡ് നമുക്ക് എന്ത് കിട്ടിയടാ? എന്ത് കിട്ടി? നമുക്ക് കിട്ടിയിരിക്കുന്ന റിയാക്ഷൻ ഇവിടെ കണ്ടോ നിങ്ങൾ? ഒരു സോഡിയം, ഇവിടെയും ഒരു ഗ്യാസ് ഫോം ചെയ്യും അല്ലെ, ഒരു ഗ്യാസ് ഫോം ചെയ്യും. ആൻഡ് നമ്മള് ഈ ഗ്യാസിനെ നമ്മൾ ഇതിലെ പുറത്തെടുക്കും, ഒരു ട്യൂബ് വെച്ചിട്ട് പുറത്തെടുക്കും. ഇവിടെ നമ്മള് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പുറത്തേക്ക് വരുന്ന ഗ്യാസ്, ഇവിടെ റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് ഒരു ഗ്യാസ് കിട്ടുന്നുണ്ട് അല്ലെ. ആ ഗ്യാസ് പുറത്തേക്ക് വരുമ്പം അത് ഏത് ഗ്യാസാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിന്റെ ബാക്കി എന്താണോ ചെയ്യുന്നത് അതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്ന ഗ്യാസ് ഏതാന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കി പണിയെടുക്കുന്നത്. ഓക്കെ, സോ നമ്മള് ഈ ഒരു ഗ്യാസിനെ നമ്മൾ ട്യൂബ് വഴി കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വെച്ചു. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം? CaOH twice അല്ലെ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വെച്ചു. ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വെച്ചപ്പോ എന്താ കണ്ടേന്ന് അറിയോടാ? അതിനു മുമ്പേ അവിടെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് റിയാക്ഷനാണ് നടന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ടെസ്റ്റ് ട്യൂബിൽ നടന്നിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് സെറ്റപ്പ്. സോഡിയം കാർബണേറ്റ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടു. നമുക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇത്. HCl ആയിട്ട് Na2CO3 സോഡിയം കാർബണേറ്റ് അല്ലെ. സോഡിയം കാർബണേറ്റ് HCl ആയിട്ട് റിയാക്ട് ചെയ്തപ്പം നോക്കൂ നിങ്ങൾ, 2 Na ഇവിടെ ഉണ്ട്, 2 Cl ഇവിടെ ഉണ്ട് അല്ലെ. 2 Na ഉണ്ട്, 2 Cl ഉണ്ട്. എന്ത് കിട്ടി നമുക്ക് പ്രോഡക്റ്റില്? 2 NaCl കിട്ടി. NaCl എന്ന് പറഞ്ഞാൽ എന്താ? സോൾട്ട് അല്ലെ, ഉപ്പ് കിട്ടി അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ട് ആണിത്, NaCl അല്ലെ. സോ നമുക്ക് Na2CO3യും 2 HCl കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് 2 NaCl കിട്ടി. ഒരു ഗ്യാസ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു നമ്മൾ പുറത്ത് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വെച്ചത്. അത് ഏത് ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഓക്കെ, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. ഈ NaCl വാട്ടറിന്റെ അകത്ത് മിക്സ് ചെയ്തിട്ടാ കിടക്കുക. അപ്പൊ ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് ഉപ്പ് വെള്ളമായിട്ട് ഉണ്ടാവാം, വാട്ടറും കൂടെ കിട്ടും, H2Oയും കൂടി കിട്ടും. അപ്പം നമ്മള് ഇവിടെ ആസിഡ് എടുത്തപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? വെള്ളമായിട്ട് മാറി അല്ലെ. കുറെ റിയാക്ഷൻസ് നടന്നിട്ട് നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആസിഡ് എടുത്തു, കുറെ റിയാക്ഷൻ കഴിഞ്ഞ് നമുക്ക് വെള്ളം, ഉപ്പ് വെള്ളം കിട്ടിയതല്ലേ. ഓക്കെ, അപ്പം 2 NaCl plus Na2CO3 gives 2 NaCl plus 2 HCl plus 2 Na2CO3
gives 2NaCl plus CO2 plus H2O. Okay, അതാണ് റിയാക്ഷൻ 2HCl plus 2HCl plus Na2CO3 gives 2NaCl plus CO2 plus H2O. ഇതാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ അല്ലെ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് അല്ലെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞു നമുക്കൊരു ഗ്യാസ് കിട്ടിയിട്ടുണ്ടെന്ന്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, പുറത്തൊരു ഔട്ട്ലെറ്റ് വഴി എടുത്തിട്ട് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് അത് പാസ് ചെയ്തു അല്ലെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് പാസ് ചെയ്തു. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കളർലെസ് ആണ്, ഇത് കളർലെസ് ആണ്. CaOH2S, അതിനെ തന്നെ നമ്മൾ ലൈം വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ലൈം വാട്ടർ അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ ഇവിടുന്ന് ടെസ്റ്റ് ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ കണക്ടിങ് ട്യൂബ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇതിലേക്ക് എന്താ ഇതിനകത്തേക്ക് വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാ വരുന്നത് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. സോ നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇങ്ങനെ വരുമ്പം, CO2 ഗ്യാസ് ഇങ്ങനെ വരുമ്പം ഈ ടെസ്റ്റ് ട്യൂബിന്റെ കളർ എന്തായിട്ട് മാറുന്നറിയൂടാ, ഇതെന്തായിട്ട് മാറുന്നറിയൂടാ, ഇതൊരു വെള്ള കളറായിട്ട് മാറും. ഓക്കെ, മിൽക്കി വൈറ്റ് ആയിട്ട് മാറും. എന്ത് കളറാ, പാല് പോലെ വെള്ളയായിട്ട് മാറും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷന്റെ അകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്ന സമയത്ത് അത് മിൽക്കി വൈറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും, മിൽക്കി വൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, അതെന്താ, അത് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ട് കാൽഷ്യം കാർബണേറ്റ് വിച്ച് ഇസ് ഇൻസോല്യബിൾ ഇൻ വാട്ടർ ആ, വെള്ളത്തിൽ ലയിക്കൂല, അത് ഇങ്ങനെ കിടക്കും, ഒരു പൊടിയായിട്ട് അവിടെ കിടക്കും. ഇൻസോല്യബിൾ ഇൻ വാട്ടർ. ഓക്കെ, അപ്പൊ നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ അകത്ത് ഇതുവഴി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബ് വഴി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലേ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനകത്തുള്ള കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മിൽക്കി വൈറ്റ് ആയിട്ട് മാറും. അങ്ങനെ മിൽക്കി വൈറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തില്ലേ ടെസ്റ്റ് ട്യൂബില്. അപ്പം ഇത് ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ മിൽക്കി വൈറ്റ് ആയിട്ട് എന്ത് കളറായിട്ടാ മാറിയത്, ആദ്യം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരുന്നു. ആൻഡ് ഇറ്റ് ടേൺ ടു എന്തായിട്ട് മാറിയടാ, മിൽക്കി വൈറ്റ് ആയിട്ട് മാറി. മിൽക്കി വൈറ്റ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുക, കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുക, മിൽക്കി വൈറ്റ് ആയിട്ട് മാറുക. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്യാസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് മനസ്സിലാക്കിയത്, നമ്മള് പുറത്തേക്ക് ഒരു ട്യൂബ് വഴി കണക്ട് ചെയ്തു. ഇവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനെ മിൽക്കി വൈറ്റ് ആക്കി മാറ്റുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ നമുക്ക് മനസ്സിലായി ഈ റിയാക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്ന ഗ്യാസ് ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് മനസ്സിലായി അല്ലെ. അപ്പം മെറ്റൽ കാർബണേറ്റുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്ന മനസ്സിലായി. എങ്ങനെ മനസ്സിലായി, നമ്മള് പുറത്തൊരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വെച്ചപ്പം അത് മിൽക്കി വൈറ്റ് ആയിട്ട് മാറി. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. ഓക്കെ, അപ്പം നമ്മള് ലൈം വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തപ്പോഴത്തേക്ക് അത് മിൽക്കി കളറായി, വിച്ച് ഇസ് മിൽക്കി വൈറ്റ് കളറായി, വിച്ച് ഇസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ അല്ലെ. സോ ദിസ് ഇസ് കാൽഷ്യം കാർബണേറ്റ് അല്ലെ. ആൻഡ് പിന്നെയും എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും വന്നുകൊണ്ടിരിക്കുക. കുറെ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ വരുന്നില്ലേ, റിയാക്ഷൻ കഴിയുന്നതിനനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട് അല്ലെ. അപ്പം എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വരികയെന്ന് വിചാരിച്ചോ, എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ടെന്ന് വിചാരിച്ചോ, എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പം ഈ മിൽക്കി വൈറ്റ് കളർ അങ്ങ് മാറും, മിൽക്കി വൈറ്റ് കളർ അല്ല ഉണ്ടാവുക, പിന്നെ അത് വീണ്ടും എന്തായിട്ട് മാറും, ഇടാ കളർലെസ് ആയിട്ട് മാറും. എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിൽക്കി വൈറ്റ് കളർ റിമൈൻ ചെയ്യില്ല, അത് കളർലെസ് ആയിട്ട് മാറും. അത് പുതിയൊരു കോമ്പൗണ്ട് ആയിട്ടാ മാറുന്നത്, അതാണ് കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. സോ എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കാൽഷ്യം കാർബണേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് എ കളർലെസ് സൊല്യൂഷൻ അല്ലെ. കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറും, ദാറ്റ് ഈസ് എ കളർലെസ് സൊല്യൂഷൻ. ഓക്കെ, എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും,
കളർലെസ് ആയിട്ട് മാറും. ഇവിടെ മിൽക്കി വൈറ്റ് കളർ ആയിരുന്നു, which turned into എന്ത് കളറായിട്ട് മാറി? കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറി, അത് കളർലെസ് സൊല്യൂഷൻ ആയിട്ട് മാറി.